Hi all. Today let us discuss about thermodynamic equilibrium. What is thermodynamic equilibrium? We say that a system is in equilibrium state if the variables that specify the state of the system do not change with the time. ഒരു സിസ്റ്റം എപ്പോഴാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത്? ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യുന്ന വാരിയബിൾസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാതിരിക്കുമ്പോഴാണ്. ഓക്കെ, ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്ന വാരിയബിൾസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഈ വാരിയബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രഷർ ഒരു പ്രഷർ വാരിയബിൾ, വോളിയം, ടെമ്പറേച്ചർ ഇതുപോലുള്ള തെർമോഡൈനാമിക് വാരിയബിൾസ്, അതായത് ആ സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യുന്ന വാരിയബിൾസിന് ടൈമിനനുസരിച്ച് ചേഞ്ച് ഇല്ല എങ്കിൽ ആ സിസ്റ്റം എന്താണ്? ആ സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ദെൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. So what is reversible process? A reversible process is one which is conducted infinitesimally slowly such that at every stage the driving force is only infinitesimally greater than the opposing force and which can be reversed by increasing the opposing force by an infinitesimal amount. സോ എന്താണൊരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞത്? വളരെ സ്ലോലി നടക്കുന്നൊരു പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും ഇൻഫൈനൈറ്റ്സ്ലി ഗ്രേറ്റർ ആയിരിക്കും. ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും ഇൻഫൈനൈറ്റ്സ്ലി ഗ്രേറ്റർ ആയിരിക്കും ആൻഡ് ക്യാൻ ബി റിവേഴ്സ്ഡ് ബൈ ഇൻക്രീസിങ് ദ ഓപ്പോസിങ് ഫോഴ്സ് ബൈ എൻ ഇൻഫൈനൈറ്റ്സിമൽ എമൗണ്ട്. അതായത് ഓപ്പോസിങ് ഫോഴ്സിനെ ഇൻഫൈനൈറ്റ്സിമൽ എമൗണ്ടിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ എന്ത് ചെയ്യാം? ഈ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അത്തരം പ്രോസസ്സുകളെയാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. എ റിവേഴ്സിബിൾ പ്രോസസ് ഈസ് വൺ വിച്ച് ഈസ് കണ്ടക്റ്റഡ് ഇൻഫൈനൈറ്റ്സ്ലി സ്ലോലി സച്ച് ദാറ്റ് അറ്റ് എവറി സ്റ്റേജ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഓൺലി ഇൻഫൈനൈറ്റ്സ്ലി ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിംഗ് ഫോഴ്സ്. Can be reversed by increasing the opposing force by an infinitesimal amount. കൂടാതെ എന്താണ്, ഈ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ എന്താണ്, there will be equilibrium states. Okay, at every stage along the path of such a process the system remains in a state of equilibrium with the surroundings. അപ്പോൾ ഓരോ സ്റ്റേജിലും സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സുമായിട്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. സോ ദർ വിൽ ബി എ സക്സഷൻ ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ്. ഓക്കെ, ദർ വിൽ ബി എ സക്സഷൻ ഓഫ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. At every stage along the path of such a process, the system remains in a state of equilibrium with the surroundings. So വളരെ സ്ലോലി നടക്കുന്ന പ്രോസസ്സുകളായിരിക്കും റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിംഗ് ഫോഴ്സിനേക്കാളും ഇൻഫൈനൈറ്റ്സ്ലി ഗ്രേറ്റർ ആയിരിക്കും. ദെൻ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന ഓരോ സ്റ്റേജിലും ഈ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സുമായിട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. സോ there will be a succession of equilibrium states. Okay, then let us discuss about irreversible process. An irreversible process is one in which the driving force at any stage is much greater than the opposing force. So ഒരു irreversible processൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിംഗ് ഫോഴ്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഡ്രൈവിംഗ് ഫോഴ്സ് മച്ച് ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിംഗ് ഫോഴ്സ്. ഓക്കെ, so that it cannot be reversed by an infinitesimal increase in the opposing force. അതുകൊണ്ട് തന്നെ ഓപ്പോസിംഗ് ഫോഴ്സിൽ ഒരു ഇൻഫൈനൈറ്റ്സിമൽ ഇൻക്രീസ് കൊടുത്താൽ ഈ പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല. such processes are called irreversible process. In such a process the system is not in equilibrium with the surroundings at any stage until the final state is reached. കൂടാതെ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നത് വരെ സിസ്റ്റം സറൗണ്ടിങ്സുമായിട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. ഓക്കെ, സോ ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇറിവേഴ്സിബിൾ ആൻഡ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്? ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് വളരെ സ്ലോലി നടക്കുന്ന പ്രോസസ്സായിരിക്കും. ഈ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റേജിലും എന്താണ്, സിസ്റ്റം സറൗണ്ടിങ്സുമായിട്ട് എന്തായിരിക്കും, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും.
കൂടാതെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ് ഇൻഫൈനൈറ്റ്സിമലി ഗ്രേറ്റർ ദാൻ ദി opposing force. Driving force infinitesimally greater than opposing force, and the process can be reversed by infinitesimally increasing the opposing force. Opposing force ഒരു ഇൻഫൈനൈറ്റ്സിമൽ ഇൻക്രീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നാണ്, വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞത് ഓപ്പോസിംഗ് ഫോഴ്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ there will not be an equilibrium stage with the system and the surroundings until the process completed. Okay, നിങ്ങൾക്ക് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇതെന്താണ്, ഒരു കണ്ടെയ്നറാണ്. കൺസിഡർ എ കണ്ടെയ്നർ വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഇതെന്ന് പറയുന്നത് എന്താണ്, പിസ്റ്റൺ ആണ്. ഓക്കെ, ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. ഇതിനുള്ളിൽ, ഈ കണ്ടെയ്നറിനുള്ളിൽ എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് മോളിക്യൂൾസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പിസ്റ്റണിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് വെയിറ്റ് വെച്ചിരിക്കുകയാണ്. ആസ് എ റിസൾട്ട് ദിസ് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദിസ് ഡയറക്ഷൻ. ഒരു പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ ഒരു പ്രഷർ ഇതിൻ്റെ വോളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസൈഡിൽ എന്താണ്, ഗ്യാസ് മോളിക്യൂൾസ് ആണ്. നമുക്കറിയാം ഈ ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുകയും ഈ വോൾസിൻ്റെ കണ്ടെയ്നറിലും കൊളൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലും എന്താണ്, ഗ്യാസിന് ഒരു പ്രഷർ ഉണ്ടാകും. ആ പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ 50. സോ ഈ പിസ്റ്റൺ ഇങ്ങനെ നിൽക്കുന്നുവെങ്കിൽ പുറത്തുള്ള എക്സ്റ്റേണൽ പ്രഷറും 50 ആയിരിക്കും. 50 എന്ന് പറയുന്നത് വെറുതെ ഒരു വാല്യൂ പറയുകയാണ്. അകത്തെ പ്രഷർ 50 ആണ്. ഓക്കെ, അകത്തെ പ്രഷറും പുറത്തെ പ്രഷറും ഈക്വലായി നിൽക്കുമ്പോൾ, ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോഴാണ് ഈ പിസ്റ്റൺ ഇവിടെ നിൽക്കുന്നത്. സോ ഇതിൻ്റെ ഇനിഷ്യൽ വോളിയം നമ്മൾ V1 എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഗ്യാസ് മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്നൊരു പ്രഷർ ഉണ്ടാകും. ഇതിനാണ് എന്ത് പറയുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ പിസ്റ്റണിൻ്റെ മുകളിലായിട്ട് വെയിറ്റ് വെച്ചിരിക്കുകയാണ്. സോ ഇതിന് പുറത്തൊരു പ്രഷർ ഉണ്ടാകും. അതിനെയാണ് എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ വെയിറ്റിനെയെല്ലാം നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, എടുത്തു മാറ്റുകയാണ്. ഒരുമിച്ച് ഈ വെയിറ്റിനെ മുഴുവനായിട്ട് എടുത്തു മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇതിന് പുറത്തുള്ള പ്രഷർ 5 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അകത്ത് എന്താണ്, ലാർജ് പ്രഷർ. അകത്ത് 50 ആണ്, പുറത്ത് 5 ആണ്. സോ ആസ് എ റിസൾട്ട് ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഈ പിസ്റ്റൺ മൂവ് ചെയ്ത് പെട്ടെന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്, വളരെ കൂടുതലാണ്. ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിംഗ് ഫോഴ്സ്. ഈ പുറത്തുള്ള എക്സ്റ്റേണൽ പ്രഷറാണ് എന്ത്, ഓപ്പോസിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഈ പിസ്റ്റണിൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന വെയിറ്റ് എല്ലാം ഒറ്റയടിക്ക് എടുത്ത് മാറ്റുമ്പോൾ അകത്ത് എന്താണ്, ഡ്രൈവിംഗ് ഫോഴ്സ് കൂടുകയും ഈ പിസ്റ്റൺ വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. സോ ഇതെന്ത് പ്രോസസ്സിന് എക്സാമ്പിളാണ്, ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇവിടെ ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്, മച്ച് ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിംഗ് ഫോഴ്സ്. ഈ വെയിറ്റ് ഒക്കെ എടുത്തു മാറ്റിയപ്പോൾ പുറത്തുള്ളത് എന്താണ്, പുറത്തുള്ള എക്സ്റ്റേണൽ പ്രഷർ വളരെയധികം കുറഞ്ഞു, അകത്തെന്താണ്, കൂടുതലാണ്. സോ ആസ് എ റിസൾട്ട് ദ പിസ്റ്റൺ മൂവ്സ് വെരി ഫാസ്റ്റ്ലി. ഓക്കെ, സോ ഇതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിളാണ്. സോ നമ്മളിതിൽ പുറത്തുള്ള വെയിറ്റുകൾ ഓരോന്നോരോന്നായി എടുത്തു മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ മതി. സോ ഓരോ വെയിറ്റും എടുത്തു മാറ്റുമ്പോൾ, നമ്മൾ ഇവിടുന്ന് ഒരു വെയിറ്റ് എടുത്ത് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക, ഇതായിരുന്നു പിസ്റ്റണിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ. സോ ഒരു വെയിറ്റ് എടുത്ത് മാറ്റിയപ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്തു, ഈ പിസ്റ്റൺ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് നീങ്ങി. ഓക്കെ, then അടുത്ത സ്റ്റേജിൽ നമ്മൾ വീണ്ടും ഒരു വെയിറ്റ് എടുത്ത് മാറ്റുകയാണെങ്കിൽ വീണ്ടും പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് വരുന്നു. സോ അകത്തെ പ്രഷർ എന്ത് ചെയ്തു, അത് അകത്തെ ഫോഴ്സ്, ഇതാണ് ഡ്രൈവിംഗ് ഫോഴ്സ്. അത് ഓപ്പോസിംഗ് ഫോഴ്സിനേക്കാൾ അത്ര കൂടുതലല്ല. അതുകൊണ്ടാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്, സ്ലോലി, സാവധാനം മുകളിലേക്ക് നീങ്ങുന്നത്. നമ്മൾ വീണ്ടും ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മുകളിലേക്ക് വരുന്നു.
സോ ഇത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഇത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിന് എക്സാമ്പിളാണ്. അതായത് വളരെ സ്ലോലിയാണ് നടക്കുന്നത്. ഡ്രൈവിംഗ് ഫോഴ്സ്, അതായത് ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ കൂടുതലുള്ളൂ. ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും ഇൻഫൈനൈറ്റ്സിമലി ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ്. ഓക്കെ, ഹിയർ ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഇൻഫൈനൈറ്റ്സിമലി ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിങ് ഫോഴ്സ്. സോ നമ്മൾ ഓരോ വെയിറ്റും എടുത്തു മാറ്റുമ്പോഴും പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മുകളിലേക്കായിട്ട് നീങ്ങുന്നു. അതായത് അറ്റ് എവരി സ്റ്റേജ് ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം വിത്ത് ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ ദീസ് ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ഈസ് നോൺ ആസ് റിവേഴ്സിബിൾ പ്രോസസ്സ്. സോ ഇതെന്താണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അതായത് അറ്റ് എ ടൈം നമ്മൾ ഈ വെയിറ്റ് മൊത്തം എടുത്ത് മാറ്റുകയാണെങ്കിൽ പിസ്റ്റൺ വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകും. ഇവിടെ എന്താണ്, നമ്മൾ ഓരോന്നായി എടുത്ത് മാറ്റുമ്പോൾ എന്താണ്, ഈ പിസ്റ്റൺ സ്ലോലി എന്ത് ചെയ്യുന്നു, ഓരോ ഇക്വിലിബ്രിയം സ്റ്റേറ്റും കഴിഞ്ഞ് ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. സോ ഇവിടെ എവിടെയാണ് ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അല്ലെ ഇവിടെയല്ലേ. ഇവിടെയാണ് ഓരോ സ്റ്റേജിലും നമ്മൾ വെയിറ്റ് എടുത്ത് മാറ്റുമ്പോഴും ഗ്യാസ് എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. സോ നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിനെ റിവേഴ്സിബിളി എക്സ്പാൻഡ് ചെയ്യിച്ചാൽ ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് കൂൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് വർക്ക് ചെയ്യുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, and now let us discuss about energy. What is energy? The energy of a system is capacity to do work. Okay, the energy of a system is its capacity to do work. When a system does work, its energy is reduced, and when work is done on the system, its energy is increased. അതായത് ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കുറയുകയും ഒരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടുകയും ചെയ്യുന്നു. ദ എനർജി ഓഫ് എൻ ഒബ്ജക്റ്റ് ക്യാൻ ബി കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് ഈച്ച് മേ ബി അറ്റ് ദി മാക്രോസ്കോപ്പിക് ലെവൽ ഓർ മേ ബി അറ്റ് ദി മോളിക്യുലാർ ലെവൽ. സോ ഒരു സിസ്റ്റത്തിൻ്റെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കുറയുകയും ഒരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടുകയും ചെയ്യുന്നു. സോ എനർജി എന്ന് പറയുന്നത് എന്താവാം, ഒരു ഒബ്ജക്റ്റിൻ്റെ എനർജി കൈനറ്റിക് എനർജി ആകും. കൈനറ്റിക് എനർജി എന്താണ്, ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ കാരണമുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, സോ ഒരു ഒബ്ജക്റ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആകാം, പൊട്ടൻഷ്യൽ എനർജി ആകാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ബൈ വേർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ റിലേറ്റീവ് ടു അതർ ഒബ്ജക്റ്റ്. അതിൻ്റെ പൊസിഷൻ കാരണം മറ്റു ഒബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാരണം അതിന് കിട്ടുന്ന എനർജിയാണെന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുമാകാം, പൊട്ടൻഷ്യൽ എനർജിയുമാകാം. ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കുറയുകയും ഒരു സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടുകയും ചെയ്യുന്നു. Then work. The energy transfer between the system and surroundings due to the existence of unbalanced forces between the two. So എന്താണ് വർക്ക് എന്ന് പറയുന്നത്? വർക്ക് is the energy transfer between the system and the surroundings due to the existence of unbalanced forces between the two. എനർജി എന്ന് പറയുന്നത്, അതായത് വർക്ക് എന്ന് പറയുന്നത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ ആണ്. അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്സിൻ്റെയും ഇടയിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വർക്ക് റെഫേഴ്സ് ടു ദി എക്സേർഷൻ ഓഫ് ഫോഴ്സ് ഇൻ മൂവിങ് എൻ ഒബ്ജക്റ്റ് ത്രൂ എ ഡിസ്റ്റൻസ് ഡി. അല്ലേ, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഇറ്റ് ഈസ് ദ എക്സേർഷൻ ഓഫ് ഫോഴ്സ് ഇൻ മൂവിങ് എൻ ഒബ്ജക്റ്റ് ത്രൂ എ ഡിസ്റ്റൻസ് ഡി. ഒരു ഡി എന്ന ഡിസ്റ്റൻസിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് വർക്ക്. എന്നാൽ തെർമോഡൈനാമിക്സിൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആണ്. വർക്ക് എന്ന് പറയുന്നത് ദ എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഡ്യൂ ടു ദി എക്സിസ്റ്റൻസ് ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ ടു. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജി ട്രാൻസ്ഫറിനെയാണ് ഡ്യൂ ടു ദി എക്സിസ്റ്റൻസ് ഓഫ് ദി അൺബാലൻസ്ഡ് ഫോഴ്സ്, അതിനെയാണ് എന്ത് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഹിയർ ദ സിസ്റ്റം ഡസ് വർക്ക് ഇഫ് ഇറ്റ് എക്സേർട്സ് മാക്രോസ്കോപ്പിക് ഫോഴ്സസ് ഓൺ ഇറ്റ്സ് സറൗണ്ടിങ്സ്. എപ്പോഴാണ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്?
The system does work if it exerts macroscopic forces on its surroundings. That is, consider a container. ഇവിടെ എന്താണ്, ഇതെന്താണ്, ഒരു കണ്ടെയ്നറാണ് അല്ലേ. ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യുക. അതിനകത്ത് എന്താണ്, ഗ്യാസ് ഉണ്ട്, അതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് കൺസിഡർ എ പിസ്റ്റൺ ഹിയർ. ദ പിസ്റ്റൺ ഓഫ് ലോ മാസ് ആൻഡ് ഈസി ടു മൂവ്. ഓക്കെ, ഫോർ എ സിംപ്ലിസിറ്റി വി അസ്യൂം ദാറ്റ് ദർ ഈസ് നോ എയർ, atmosphere, gases or gases outside the box. For our simplicity, we assume that no air, atmosphere, gases outside the box. Here, inside this container, gas molecules are collide with each other and also collide with the walls of this container. ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കൊളൈഡ് ചെയ്യുകയും ഇതിൻ്റെ വോൾസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്, ഇവിടെ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇവിടുത്തെ ഈ പിസ്റ്റണുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഈ വോൾസിലെ പിസ്റ്റണുമായിട്ട് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന പിസ്റ്റണിൽ എന്ത് ചെയ്യുന്നു, വന്ന് കൊളൈഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ പിസ്റ്റണിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പിസ്റ്റണിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം, അപ്പോൾ അത് ഈ ഉള്ളിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, so the system does work if it exerts macroscopic forces on its surroundings. അപ്പോൾ സറൗണ്ടിങ്സിലേക്ക് മാക്രോസ്കോപ്പിക് ഫോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തു എന്ന് പറയാം. ഓക്കെ, the system does work if it exerts macroscopic forces on its surroundings. Then heat. Heat is not the same thing as temperature. ഹീറ്റും ടെമ്പറേച്ചറും എന്തല്ല, സെയിം അല്ല, ബട്ട് ദേ ആർ റിലേറ്റഡ്. വാട്ട് യു മീൻ ബൈ ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് തെർമൽ എനർജി കണ്ടെയ്ൻഡ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള തെർമൽ എനർജിയുടെ മെഷറാണ് എന്ത്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് ടെമ്പറേച്ചർ. സോ വാട്ട് യു മീൻ ബൈ ഹീറ്റ്? Exchange of energy that happens between the system and the surroundings through thermal motion when there exists a temperature difference between them. So heat എന്ന് പറഞ്ഞത് exchange of energy that happens between the system and the surroundings through thermal motion when there exists a temperature difference between them. Heat എന്ന് പറയുന്നത് എന്താണ്? It is the energy, exchange of energy. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജിയുടെ എക്സ്ചേഞ്ച് ആണ് ത്രൂ തെർമൽ മോഷൻ വെൻ ദർ എക്സിസ്റ്റ് എ ടെമ്പറേച്ചർ ബിറ്റ്വീൻസ് ദം. അതായത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമുള്ള എനർജിയുടെ എക്സ്ചേഞ്ചിനാണ് എന്ത് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, the energy transfer occurs from the hotter part to the colder part, leading eventually the establishment of thermal equilibrium. എനർജിയുടെ ട്രാൻസ്ഫർ എവിടെ നിന്ന് എവിടത്തേക്കാണ് നടക്കുന്നത്, ഹോട്ടർ പാർട്ട് ടു ദി കോൾഡർ പാർട്ട്. ബൈ കൺവെൻഷൻ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം ഫ്രം ദി സറൗണ്ടിങ് ഈസ് കൺസിഡേർഡ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതായത് ഒരു സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ആൻഡ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ എ സിസ്റ്റം ഇൻ ടു ദി സറൗണ്ടിങ്സ് ഈസ് കൺസിഡേർഡ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഒരു സിസ്റ്റം സറൗണ്ടിങ്സിലേക്ക് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ദസ് ഇൻ ആൻ എൻഡോതെർമിക് പ്രോസസ് Q is positive and in an exothermic process Q is a negative. അതായത് ഒരു എൻഡോതെർമിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സ്. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പോസിറ്റീവായിട്ടും ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ നെഗറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബൈ കൺവെൻഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻഡോതെർമിക് പ്രോസസ് എന്ന് പറയുന്നത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ അതിൽ Q, സ്മോൾ Q ആണ് ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ Q എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. എക്സോതെർമിക് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ Q എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. സോ തെർമോഡൈനാമിക് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ exchange of energy that happens between the system and the surroundings through thermal motion when there exists a temperature difference between them. For example, consider a container
ഈ കണ്ടെയ്നർ എന്താണുള്ളത്? ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? ഹീറ്റ് കൊടുക്കുകയാണ്. ഈ കണ്ടെയ്നറിൽ പുറത്ത് ബർണറിലൂടെ നമ്മളിതിന് ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ ബേസിലെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ചൂടാകുന്നു. ഈ കണ്ടെയ്നറിൻ്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ചൂടാകുന്നു. ആൻഡ് ദേ വിൽ അണ്ടർഗോ ജിഗ്ലിംഗ്. ആസ് എ റിസൾട്ട് ആ കണ്ടെയ്നറിൻ്റെ ബേസ് മോളിക്യൂൾസിലേക്ക് ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് എനർജി ലഭിക്കുന്നു. ആൻഡ് the molecules will collide with the base of the container അല്ലേ? മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടെയ്നറിൻ്റെ വോൾസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊളൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ബേസിലെ മോളിക്യൂൾസ് ചൂടാവുകയും ആ എനർജി ഗ്യാസ് മോളിക്യൂൾസിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. സോ തെർമോഡൈനാമിക് ഹീറ്റും വർക്കും തമ്മിലൊക്കെ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ? വർക്ക് എന്ന് പറയുന്നത് it is defined as energy transfer between the system and surroundings due to the existence of unbalanced forces between the two. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ എന്ത് കാരണമാണ് എനർജി ട്രാൻസ്ഫർ സംഭവിച്ചത്? ഡ്യൂ ടു ദി എക്സിസ്റ്റൻസ് ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ ടു. പക്ഷേ ഇവിടെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഹീറ്റ് ഈസ് ദ exchange of energy that happens between the system and surroundings through thermal motion വഴി സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ ആണ്. സോ ഇവിടെ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, സോ തെർമോഡൈനാമിക് ഹീറ്റ് വർക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ലെറ്റ് us കൺക്ലൂഡ്. എന്തായിരുന്നു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത്? ഒരു സിസ്റ്റത്തിൻ്റെ വാരിയബിൾസ്, ആ സിസ്റ്റത്തിനെ സ്പെസിഫൈ ചെയ്യുന്ന വാരിയബിൾസിൽ ചേഞ്ച് ഇല്ല എങ്കിൽ ആ സിസ്റ്റം എന്താണ്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇൻ അനദർ വേ വി ക്യാൻ ഡിഫൈൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആസ് the state of equilibrium exists when there is no change in any of the system's macroscopic properties with the time. ടൈമിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റം എന്താണ്? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വാരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന വാരിയബിൾസിലൊന്നും ചേഞ്ച് ഇല്ല എങ്കിൽ അതെന്താണ്? അത് ഇക്വിലിബ്രിയത്തിലാണ്. ദെൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. എന്താണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്? എന്താണ്? വളരെ സ്പീഡിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്താണ്? ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ്? മച്ച് ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിങ് ഫോഴ്സ്. ഡ്രൈവിംഗ് ഫോഴ്സ് വളരെയധികം കൂടുതലായിരിക്കും. ആൻഡ് ദർ വിൽ നോട്ട് ബി ഇക്വിലിബ്രിയം സ്റ്റേജസ്. ഓക്കെ, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുന്നതിനിടയിൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജസുകൾ ഉണ്ടാവില്ല. ഇറ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ് ബൈ ഇൻക്രീസിങ് ദി ഓപ്പോസിങ് ഫോഴ്സ്. ഓപ്പോസിങ് ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നില്ല? ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കില്ല. എന്നാൽ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഓൺലി ഇൻഫൈനറ്റ്സ്മലി ഗ്രേറ്റർ ദാൻ ദി ഓപ്പോസിങ് ഫോഴ്സ്. ഡ്രൈവിംഗ് ഫോഴ്സ് വെറും എന്താണ്? ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും ഇൻഫൈനറ്റ്സ്മലി ഗ്രേറ്റർ ആണ്. ദെൻ ഇവിടെ എന്താണ്? ഇവിടെ ധാരാളം ഇക്വിലിബ്രിയം സ്റ്റേജസുകളുണ്ട്. ഈ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് വരെ ഇക്വിലിബ്രിയം സ്റ്റേജസുകൾ ഇവിടെ പോസിബിൾ ആണ്. വളരെ സ്ലോലി നടക്കുന്ന പ്രോസസ്സാണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആണ്. കൂടാതെ ഈ പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ബൈ ഇൻക്രീസിങ് ദി ഓപ്പോസിങ് ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കും. അതായത് നമ്മളിതിൽ ഓരോ വെയിറ്റിനെയും എടുത്തു മാറ്റുമ്പോൾ എന്താണ്? പിസ്റ്റൺ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുന്നു. അതായത് അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ആ വെയിറ്റിനെ വീണ്ടും പിസ്റ്റണിലേക്ക് വെച്ചാൽ എന്ത് ചെയ്യുന്നു? പിസ്റ്റൺ താഴേക്ക് തന്നെ വരും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമുക്ക് റിവേഴ്സിബിൾ ഈ പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ സാധിക്കും? റിവേഴ്സ് ചെയ്യാൻ സാധിക്കും ബൈ ഇൻക്രീസിങ് ദി ഓപ്പോസിങ് ഫോഴ്സ്. അതായത് പുറത്തുള്ള പ്രഷർ എന്ത് ചെയ്യണം? അപ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എനർജി എന്ന് പറയുന്നത് കപ്പാസിറ്റി ടു ഡു വർക്ക്. Then work. The energy transfer between the system and surroundings due to the existence of unbalanced forces between the two.
സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ അൺബാലൻസ്ഡ് ഫോഴ്സസ് ഉള്ളതുകൊണ്ട് നടക്കുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. എന്നാൽ തെർമോഡൈനാമിക്സിൽ ദ സിസ്റ്റം ഡസ് വർക്ക് ഇഫ് ഇറ്റ് എക്സേർട്സ് മാക്രോസ്കോപ്പിക് ഫോഴ്സസ് ഓൺ ഇറ്റ് സറൗണ്ടിങ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് മോളിക്യൂൾസ് അതെന്ത് ചെയ്യുന്നു, അത് പരസ്പരം കൊളൈഡ് ചെയ്യുകയും കണ്ടെയ്നറിൻ്റെ വോൾസുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ പിസ്റ്റൺ വെക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, പിസ്റ്റണിൽ കൊളൈഡ് ചെയ്യുകയും ഇതിൻ്റെ പിസ്റ്റണിലെ വോൾസിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്തതായിട്ട് പറയാം. ഇഫ് ഇറ്റ് എക്സേർട്സ് മാക്രോസ്കോപ്പിക് ഫോഴ്സസ് ഓൺ ഇറ്റ്സ് സറൗണ്ടിങ്സ്. ദെൻ heat, exchange of energy that happens between the system and the surroundings through thermal motion when there exists a temperature difference between the two. എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള എനർജിയുടെ എക്സ്ചേഞ്ച് ആണ് ത്രൂ തെർമൽ മോഷൻ വഴി ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നിൽക്കുന്നത് കാരണം ഉണ്ടാകുന്ന എനർജിയുടെ എക്സ്ചേഞ്ചിനെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റ് ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് ടെമ്പറേച്ചർ. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മെഷർ ഓഫ് തെർമൽ എനർജി കണ്ടെയ്ൻഡ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലുള്ള തെർമൽ എനർജിയുടെ മെഷറാണെന്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ബേസിൽ കണ്ടെയ്നറിൻ്റെ മോളിക്യൂളിൽ ചൂടാവുകയും വിച്ച് വിൽ അണ്ടർഗോ ജിഗ്ലിംഗ് ആൻഡ് ദ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കൺവേഡ് ടു ദി ഗ്യാസ് മോളിക്യൂൾസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ്, ഈ കണ്ടെയ്നറിൻ്റെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, എനർജി എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എനർജി ഗ്യാസ് മോളിക്യൂൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, they will collide each other and they will also collide with the walls of the container. Okay, so thermodynamic equilibrium, reversible and irreversible process, energy, work, heat, ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട്സ് എഴുതുക, ടെക്സ്റ്റ് വായിച്ച് നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, പഠിക്കുകയും ചെയ്യാം. താങ്ക് യു.